നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ ഒരു ചെറിയൊരു ലോ പോയിന്റ് കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുകയാണ്. അതായത് ഒരു വ്യക്തി, അയാൾക്ക് ഒറ്റ മകളേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ വിൽപത്രം തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഒരു വസ്തു ഉടമ മരിക്കുമ്പോൾ അയാളുടെ ഒരു കാലശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായി നടക്കുന്നതാണ്. നിയമപ്രകാരം സ്വാഭാവികമായി പിന്തുടർച്ച അവകാശികളിലേക്ക് അത് എത്തിച്ചേരുന്നതാണ്. വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ വീട്ടിലെ വേറെ റിലേറ്റീവ്സിൻ്റെ ഒന്നും ഒരു അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അത് നിയമപ്രകാരം അവരിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒന്നിൽ കൂടുതൽ മക്കളോ അല്ലെങ്കിൽ അവകാശികൾ കൂടുതലുള്ള ഒരാൾക്ക് മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ വിൽപത്രം തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം അവർ തമ്മിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ഉപയോഗപ്പെടും. നിയമപ്രകാരം അനന്തരാവകാശികൾക്ക് ലഭിക്കാവുന്ന ഈ അവകാശം കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതാണ് വിൽപത്രം. അതുപോലെ തന്നെ ഈ വിൽപത്രം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് അത് ഭാവിയിൽ ഒരു രേഖയായിട്ട്, ഉടമസ്ഥാവകാശ രേഖയായിട്ട്, ടൈറ്റിൽ ഡീഡ് എന്ന് പറയും, രേഖയായിട്ട് അത് ഉപയോഗിക്കാം. ബാങ്ക് ലോണോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ നിങ്ങളുടെ മൂവബിൾ പ്രോപ്പർട്ടീസ്, കാറ്, അതുപോലെ എന്തെങ്കിലും ഷെയർ, ബാങ്കിൽ നിക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ ഒരു വിൽപത്രത്തിൽ ഉൾപ്പെടുത്തി വയ്ക്കാവുന്നതാണ്.